PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ അസാധാരണ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പോലീസ് സേന. ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടും മാറ്റി നിർത്താത്തത് താഴെ തലത്തിലും നടപ്പാക്കേണ്ടി വരും. സുജിത് ദാസിനെതിരെ കാര്യമായ നടപടിയില്ലാത്തതും സേനയിൽ ആദ്യമായാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട്. വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, PV അൻവറിന്റെ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ വലിയ പ്രതിസന്ധിയാണ് പോലീസ് സേന ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ADGPക്ക് ഇത്രയും വലിയ ഒരു ആരോപണം ADGPക്ക് എതിരെ ഉണ്ടായിട്ട് പോലും അച്ചടക്ക നടപടി ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഇനി താഴെ തട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ താഴെ തട്ടിലെ ഉദ്യോഗസ്ഥർ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയാൽ പോലും ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കാതിരിക്കേണ്ടി വരുമോ എന്നൊരു ആശങ്കയാണ് പോലീസ് സേനയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? ദേവിക, കഴിഞ്ഞ 3 വർഷമായി സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് പോലീസ് സേന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പോലീസിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, കൂട്ടത്തോടെ സ്വയം വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം അമിത ജോലിഭാരവും അമിതമായ രാഷ്ട്രീയ ഇടപെടലുകളും ഒക്കെയാണ്. ഇതിനിടെയാണ് വീണ്ടും ഈ പോലീസിനെ പിടിച്ചുലച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഭരണപക്ഷത്തെ ഒരു MLA ഉന്നയിക്കുന്നു. അത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെയാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു ആരോപണം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് PV അൻവർ MLA വെക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് കാര്യമായ നടപടികളൊന്നും ADGPക്കെതിരെ ഉണ്ടാകുന്നില്ല എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത്. അദ്ദേഹത്തെ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ നമുക്ക് പല കാര്യങ്ങളും പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണെങ്കിൽ അവരെ അതേ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാകും അന്വേഷിക്കുക. അതേ സ്ഥാനത്ത് തുടരാൻ ഒരു കാരണവശാലും അനുവദിക്കുന്ന പതിവ് സേനയിലില്ല. കടുത്ത അച്ചടക്ക നടപടികളും അച്ചടക്കവും ഒക്കെയാണ് സേനയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അതിന് വിപരീതമായി അദ്ദേഹത്തെ മാറ്റി നിർത്താതെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നു. അന്വേഷണം എന്ന് പറയുമ്പോഴും അതും വലിയ പ്രഹസനം തന്നെയാണ്. അദ്ദേഹത്തിന് കീഴിലുള്ള 2 ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കീഴിൽ റിപ്പോർട്ട് ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥർ, ഒന്ന് തിരുവനന്തപുരം റേഞ്ച് IG അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുമായ G. സ്പർജൻ കുമാർ, ഒന്ന് തൃശൂർ റേഞ്ച് DIG ആണ്. ഈ രീതിയിൽ 2 ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. അത്തരം ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിക്കുന്ന പതിവും നിലവിൽ പോലീസ് സേനയിൽ ഇല്ല. അതുപോലെ തന്നെയാണ് സുജിത് ദാസിനെതിരെയുള്ള ആരോപണം കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. പുതിയ കണ്ടെത്തൽ പോലും പുറത്തു വന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം ഒരു MLA യാചിക്കുന്നതും പോലീസ് സേനയെ നാണം കെടുത്തുന്നതും ഒക്കെ കേരളം കണ്ടതാണ്. ഈ ഒരു തരത്തിലുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോഴും തെളിവുകൾ പുറത്തു വരുമ്പോഴും അദ്ദേഹത്തിനെതിരെയും കാര്യമായ നടപടി എടുക്കുന്നില്ല എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത്. അദ്ദേഹത്തെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നല്ലാതെ മറ്റ് കാര്യമായ അച്ചടക്ക നടപടികളിലേക്ക് പോകാറില്ല. പക്ഷേ പോലീസിൽ ഇത് പതിവില്ല. കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകാറുണ്ട്, കടുത്ത അച്ചടക്ക നടപടികൾ ഉണ്ടാകാറുണ്ട്. അതുതന്നെയാണ് താഴെ തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ എല്ലാ സംരക്ഷണവും അവർക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥരാകുമ്പോൾ അവർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ലഭിക്കുന്നു. അതേസമയം താഴെ തലത്തിലേക്ക് വരികയാണെങ്കിൽ കടുത്ത അച്ചടക്ക നടപടികൾ ഒരു ആരോപണം ഉണ്ടായാൽ പോലും നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. പിന്നീട് ഈ ആരോപണം തെളിയിക്കേണ്ടത് ഉദ്യോഗസ്ഥന്റെ ബാധ്യതയായി മാറുന്നു. ഇത് തന്നെയാണ് പോലീസ് സേനയിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നതിന് അതുപോലെ തന്നെ ഈ കൂട്ട സ്വയംഭരിപ്പിക്കലിനുമൊക്കെ പ്രധാന കാരണമെന്ന് നേരത്തെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുമ്പോൾ സർക്കാരിനോട് ചോദിച്ചുകൊണ്ട് IPS ഉദ്യോഗസ്ഥർ ഇതിനെയൊക്കെ എതിർത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉയരുമ്പോഴും അത് ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് PV അൻവർ MLA ആണ്. അദ്ദേഹം രേഖാമൂലം മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുകയാണ്. പക്ഷേ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പോലും തയ്യാറാകാത്തത് അസാധാരണമായ നടപടിയാണ് എന്ന് തന്നെയാണ് സേനയിൽ ഉയരുന്ന പൊതുവികാരം. ഇതിനൊപ്പം തന്നെയാണ് SP സുജിത് ദാസിനെതിരെയും കാര്യമായ നടപടിയില്ലാത്തതിലും വലിയ വിമർശനം സേനയിൽ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിലും സർക്കാരിനും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനുമെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. PV അൻവറിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ടാണ് വിമർശനങ്ങൾ ശക്തമായി ഉയരുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാരിനെ അത് സാരമായി ബാധിക്കും, പാർട്ടിയെ അത് സാരമായി ബാധിക്കും എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വളരെ ശക്തമായി ഉയരുന്നുണ്ട്. PV അൻവറിന്റെ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരു കാലയളവ് എടുത്തു പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പല അംഗങ്ങളും രംഗത്ത് വന്നിരുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ വിമർശനങ്ങൾ ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഏതായാലും സർക്കാർ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നത്. ഏതായാലും ക്രമസമാധാന ചുമതലയുള്ള ADGPയെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ നീക്കം പാർട്ടിയിൽ മാത്രമല്ല പോലീസ് സേനയിലും കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ദേവിക.